എല്ലാവർക്കും നമസ്കാരം. ബിബ്ലിക്കൽ ക്രിസ്ത്യൻ എന്നുള്ളൊരു സബ്ജക്റ്റിൽ നിന്നാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദൈവം നമ്മൾക്ക് തരുന്ന ഒരു ദൈവ പൈതലിന് ദൈവം തരുന്ന പ്രൊട്ടക്ഷൻ എത്ര വലുതാണ് എന്നുള്ളൊരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ ലോകത്തിൻ്റെ ആ ഒരു ചരിത്രത്തിലേക്ക് തന്നെ നമ്മൾക്ക് ആദ്യം ഒന്ന് കടന്നു വരാം. ആദ്യം നമ്മൾക്ക് അമേരിക്കയെ വരെ ഒന്ന് പോയിട്ട് വരാം. കാരണം അമേരിക്കയിൽ എന്താണ് ഇപ്പോൾ നടന്നതെന്നുള്ളത് നമ്മളിപ്പോൾ പത്രങ്ങളിലൂടെ ന്യൂസുകളിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അമേരിക്കയിൽ ട്രംപ് അധികാരമേറ്റു. അതിനുശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആദ്യം ചെയ്ത പരിപാടി എന്താണ്? അനധികൃതമായി അവിടെ കുടിയേറിയിരിക്കുന്നവരെയും അവരുടെ ക്യാമ്പസുകളിൽ കലഹമുണ്ടാക്കിയിരിക്കുന്ന കുട്ടികളെയും അടക്കം എന്താണ് അതാത് രാജ്യങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുകയാണല്ലേ. അപ്പോൾ നമ്മളുടെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു കുറേ സ്റ്റുഡൻസും അല്ലാതെ അനധികൃത കുടിയേറ്റക്കാരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ഇങ്ങോട്ട് മടങ്ങി വന്നു അല്ലേ. അതിൻ്റെ ആദ്യത്തെ ഒരു ഘട്ടം അവർ നടത്തി കഴിഞ്ഞു. ആദ്യത്തെ ഒരു ഘട്ടത്തിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് മടങ്ങി വന്നു. ഇനിയും പുറകെ ആൾക്കാർ വരുവാനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വന്നവരുടെ ശോചനീയമായ അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. അവരെ എന്താണ് അവരുടെ കാലിലൊക്കെ ചങ്ങല ധരിപ്പിച്ച് കയ്യിലൊക്കെ ചങ്ങല ധരിപ്പിച്ചാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതായത് അവരുടെ സൈനിക വിമാനത്തിൽ തടവു പുള്ളികളെ കൊണ്ടുവരുന്നത് പോലെയാണ് നമ്മളുടെ ഇന്ത്യയിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് കാണുമ്പോൾ തോന്നും, അയ്യോ എന്തൊരു കഷ്ടമാണ് ഇവരുടെ അവസ്ഥ എന്നൊക്കെ നമ്മൾക്ക് തോന്നാം. പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ നിയമം എന്താണ്? വലുതാണ് അല്ലേ. അവരുടെ രാജ്യത്ത് ഇവർ ആരാണ്? അനധികൃതമായി കുടിയേറി പാർത്തവർ ഒരു കൂട്ടർ. ഇനി രണ്ടാമത് അവരുടെ ക്യാമ്പസുകളിൽ അവർക്ക് എതിരെ പ്രക്ഷോഭം നടത്തിയത്, അതായത് അമേരിക്കയുടെ ക്യാമ്പസിൻ്റെ പ്രവർത്തനത്തെ തന്നെ താറുമാറാക്കി അവിടെ പ്രക്ഷോഭം നടത്തിയ ആൾക്കാർ. അതുകൂടാതെ അവിടെയുള്ള ഇസ്രയേലായിട്ടുള്ള ജൂയിഷ് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. അവരെ ഉപദ്രവിച്ചു. എന്തിന്? ഹാമാസിനെ അനുകൂലിക്കുവാൻ വേണ്ടിയിട്ട് അവിടെ കിടന്നിട്ട് അടിപിടി കൂടിയ പിള്ളേർ. ഇവരെയൊക്കെയാണ് ഇങ്ങോട്ട് അവർ കയറ്റി അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അമേരിക്കയുടെ കണ്ണിൽ ആരാണ്? അവർ ക്രിമിനൽസ് തന്നെയാണ്. അതുകൊണ്ട് ആ ക്രിമിനൽസിന് കൊടുക്കേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിലാണ് അവരെ ഇങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ചിന്തിക്കും, ഇന്ത്യ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാത്തതെന്ന് വിചാരിച്ചാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അവരെന്താണ് അവിടെ പോയി ക്രിമിനൽ പ്രവൃത്തികളാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. അനധികൃതമായ രാജ്യത്തിലേക്ക് കുടിയേറി, നമ്മൾക്കറിയാം നമ്മുടെ രാജ്യത്തിലേക്ക് അനധികൃതമായി കുടിയേറിയിരിക്കുന്നവരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ അവരെ തടവു പുള്ളികളായിട്ടാണ് വയ്ക്കുന്നത്. ഓക്കെ, എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, അതൊന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. നമ്മൾ ഇത്രയും ഓർക്കുക, നമ്മൾ വേറൊരു രാജ്യത്ത്, ഏത് രാജ്യത്താണെങ്കിലും അതാത് രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ ചട്ടങ്ങളും അനുസരിക്കുവാൻ നമ്മൾ ആരാണ്? ബാധ്യസ്ഥരാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് ആ ഒരു രാജ്യത്തിൻ്റെ നിയമം അനുസരിക്കുവാൻ കഴിയത്തില്ല എങ്കിൽ നമ്മൾ ആ രാജ്യത്തോട്ട് പോകാതിരിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ പറയാം, സൗദിയിൽ ചെന്ന് കഴിയുമ്പോൾ പർദ്ദ ധരിക്കണം എന്നുള്ളതൊക്കെ ഒരു നിയമമുണ്ട്. ഇപ്പോൾ മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളൊരു നിയമമുണ്ട്. അത് അവരുടെ നിയമമാണ്, അവരുടെ രാജ്യമാണ്. ഓക്കെ, അവിടെ ചെന്ന് കഴിയുമ്പോൾ അത് ധരിക്കണം. ഇനി അത് ധരിക്കുവാൻ താല്പര്യമില്ലെങ്കിൽ നീ അങ്ങോട്ട് പോകണ്ട. അത്രയേ ഉള്ളൂ അതിനകത്തെ കാര്യം. ഓക്കെ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ധരിക്കണം എന്ന് പറയുന്നത് പോലെ അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും ഇസ്രയേലായാലും പാലസ്തീനിലായാലും എവിടെയാണെങ്കിലും എന്താണ് കാര്യം? നമ്മൾ അതാത് രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവിടെ രാജ്യത്തുള്ള എല്ലാ വിഷയങ്ങളിനകത്ത് കയറി നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ പാലിച്ചു വരുന്ന ഒരു ചട്ടവും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലേ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാരമ്പര്യമായി തുടരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കുടുംബത്തിനകത്ത് പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് താമസിക്കാൻ വന്നിട്ട് നമ്മളെ ഭരിക്കാൻ വന്നാൽ, അല്ലെങ്കിൽ നിൻ്റെ ഈ ചട്ടങ്ങൾ മാറ്റണം, നിൻ്റെ ഈ ചട്ടങ്ങൾ ശരിയല്ല, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ? നമ്മൾ സമ്മതിക്കത്തില്ല. കാരണം ഇത് എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉണ്ടാക്കിയ നിയമങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന ദിനചര്യകൾ, അല്ലെങ്കിൽ നമ്മൾ പിന്തുടരുന്ന പാരമ്പര്യമാണ്. അത് പുറത്തുനിന്ന് ഒരുത്തൻ വന്നിട്ട് നീ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയേണ്ട കാര്യമില്ല. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഗസ്റ്റായിട്ട് താമസിക്കാം, ഞങ്ങൾക്ക് പറ്റുന്നത് പോലെ ഞങ്ങൾ ട്രീറ്റ് ചെയ്യും, നിനക്കത് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ പോകാം. അതായിരിക്കും നമ്മളുടെ കുടുംബത്തിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാലുള്ള നമ്മുടെ നിലപാട് അല്ലേ. ഇതുപോലെ തന്നെയാണ് ആ രാജ്യത്തും. അവിടെ നമ്മൾക്ക് ചിലപ്പോൾ എതിർക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ നമ്മൾക്ക് എന്താണ് അവരുടെ ചില കാര്യങ്ങൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. പക്ഷേ നമ്മൾ അവിടെ ചെന്നിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കുവാൻ പോകേണ്ട കാര്യമില്ല. ഓക്കെ, കാരണം എന്താണ്? അത് ആ രാജ്യത്തിൻ്റെ നിയമമാണ്, ആ രാജ്യത്ത് നടത്തുന്ന കാര്യമാണ്. അത് അവിടെയുള്ളവർ അതിനകത്തെ കാര്യം നോക്കിക്കോളും. ഞാൻ എന്തിനാണോ അങ്ങോട്ട് പോയത്? ഇനി ഞാൻ സ്റ്റുഡൻസിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് പഠനം മതിയാക്കി ഇങ്ങോട്ട് തിരിച്ചു കയറി വരേണ്ട ശോചനീയമായ അവസ്ഥയിലെത്തി. ഓർക്കണം, മാതാപിതാക്കന്മാർ കഷ്ടപ്പെട്ട് ഇവർക്കും പൈസ ഉണ്ടാക്കി ഇവരെ അങ്ങോട്ട് പഠിക്കുവാനായിട്ട് പറഞ്ഞയച്ചതാണ്. ഇവരവിടെ ചെന്നിട്ട് അവർക്കും ഇവർക്കും വേണ്ടിയിട്ട് വല്ലവർക്കും വേണ്ടിയിട്ട് അവിടെ പ്രക്ഷോഭം നടത്തി. എന്നിട്ട് അവസാനം അവർക്ക് വല്ലതും കിട്ടിയോ? അതുമില്ല, ഇവർക്ക് കിട്ടിയോ? ഇല്ല.
പൈസയും പോയി, സമയവും പോയി, അവരുടെ ഒരു നല്ലൊരു ആ ഒരു ഇമേജും നഷ്ടമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. ഓക്കെ, ഇനി അതാത് രാജ്യങ്ങളിലേക്ക് അവർ തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ, ഓക്കെ, നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഓർക്കുക, നമ്മളുടെ എല്ലാ ഡിജിറ്റൽ രേഖകളിലും ഇവരുടെ പേരുകളുണ്ട്. കാരണം അമേരിക്ക ചുമ്മാ കയറ്റി വിടുവല്ല, അമേരിക്ക ഇങ്ങോട്ട് കയറ്റി വിട്ട് കഴിയുമ്പോൾ എന്താണ്, അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഇവർക്ക് കൈമാറിയിട്ടുണ്ടാകും. അതെല്ലാം ഡിജിറ്റലായിട്ട് നമ്മളുടെ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഏത് ആവശ്യങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാലും നമ്മൾക്ക് ഈ ഒരു റെഡ് മാർക്ക് അവിടെ ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കുവാൻ പോകുന്ന കുട്ടികൾ എന്താണ്, നമ്മളുടെ പേരൻസ് കാശ് മുടക്കി, ഇനിയിപ്പോൾ ഒത്തിരി പൈസ ഉള്ളവരാണെങ്കിൽ എന്താണെങ്കിലും ആകട്ടെ, നമ്മൾ പോവുക, പഠിക്കുക, നമ്മളുടെ കാര്യം നേടുക, വരിക. ഓക്കെ, അത്രയും നമ്മൾക്ക് വേറെ ഒരു രാജ്യത്ത് ചെന്നിട്ട് നമ്മൾക്ക് ചെയ്യാനുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അവിടെ ചെന്നിട്ട് നമ്മളുടെ ഇഷ്ടങ്ങളെയൊന്നും അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ നമ്മൾ നിൽക്കേണ്ട. അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിങ്ങോട്ട് വരേണ്ടി വരും എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇനി രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ക്യാമ്പസുകളിൽ പ്രക്ഷോഭം നടത്തിയെന്ന് മാത്രമല്ല, ഹമാസിന് അനുകൂലമായിട്ട് പ്രക്ഷോഭം നടത്തിയെന്ന് മാത്രമല്ല, നിരപരാധികളായിട്ടുള്ള ജൂയിഷ് സ്റ്റുഡൻസിനെ ഇവർ മർദ്ദിക്കുകയും മർദ്ദിച്ച് അവശരാക്കുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ അവിടെ കോളേജ് അടച്ചിടേണ്ട അവസ്ഥ വന്നു. അമേരിക്കയുടെ കോളേജ് അടച്ചിടേണ്ട അവസ്ഥ വന്നു. ഓക്കെ, ആ ജൂയിഷ് പിള്ളേർ അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലേ. ഇനി ഇസ്രായേലിനെ എടുത്താൽ ഇസ്രായേലിനെ നമ്മൾക്ക് കുറ്റം പറയാൻ പറ്റുമോ? കാരണം ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർ ലോകം പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവൻ ഞങ്ങൾക്ക് ഭരിക്കണം എന്നുള്ളൊരു മൈൻഡോടെ ജീവിക്കുന്നവരല്ല. അവർ നല്ല എഡ്യൂക്കേഷൻ നേടുക, അവർ നന്നായി നല്ല ഉന്നമനത്തിൽ അവരുടെ ജീവിതവും അവരുടെ രാജ്യവും വളർത്തിക്കൊണ്ട് വരിക എന്നുള്ള ആർക്കും ദോഷകരമല്ലാത്ത ലക്ഷ്യമാണ് അവർക്കുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് അവരുടെ സമാധാനത്തെ കെടുത്തുന്ന വിധത്തിൽ അവരെ ആക്രമിക്കാൻ, അവരുടെ ആൾക്കാരെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോകുന്ന ഒരാൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ് അല്ലാതെ എന്താണ് അവർ കൊടുക്കുക? അതുകൊണ്ട് അങ്ങനെയാണ് അവരെന്ത് ചെയ്തത്, ഹമാസ് തീവ്രവാദികളെ അവർ ആക്രമിക്കുവാൻ വേണ്ടിയിട്ട് പോയവർ, അവർ തീവ്രവാദികളാണ്, അവരെയാണ് ആക്രമിച്ചത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേരിൽ തെറ്റ് ചെയ്യാത്ത ജൂയിഷ് സ്റ്റുഡൻസിനെ ഇവിടെ ചെന്നിട്ട് കുറേ പേര് ആക്രമിക്കുന്നത് ശരിയാണോ? അല്ല, അവർക്ക് അതിനകത്ത് പങ്കേയില്ല. അവരിവിടെ പഠിക്കുവാൻ വന്നും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഒരു ദോഷം ചെയ്യാത്ത ആ പിള്ളേരെ പിടിച്ച് അടിച്ച് അവരെ അവശരാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് എന്താണ്, അമേരിക്കയിൽ ഒറിജിനലായിട്ടുള്ള അമേരിക്കൻ പൗരന്മാരുണ്ട്, അവരാണ് അവർക്ക് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവർ സ്ഥാനം കൊടുക്കുന്ന ഉണ്ടെങ്കിൽ അത് ജൂയിഷ് പീപ്പിളിനാണ് അവർ സ്ഥാനം കൊടുക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ എന്താണ്, പിന്നെ എന്താ പറയുക, അമേരിക്കയുടെ എല്ലാം കീ ഹോൾ എല്ലാം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ ഇവരുടെ കയ്യിലായിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ കയ്യിലായിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിനെ പിണക്കാൻ അമേരിക്ക ഒരിക്കലും ശ്രമിക്കത്തില്ല. ഇനി പിന്നെ പോട്ടപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി ഒരു ഓർത്തഡോക്സ് അല്ല, പുള്ളി എന്താണ്, ഒരു എന്താ പറയുക, ഒരു പെന്റിക്കോസ്റ്റൽ വിശ്വാസിയാണ് ഈ ട്രംപ് എന്ന് പറയുന്ന വ്യക്തി. ഓക്കെ, ഇനി അതുകൂടാതെ എന്താണ്, അദ്ദേഹത്തിൻ്റെ മകള് കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു ഇസ്രായേൽക്കാരനെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ്, ആ രാജ്യത്തിന് അല്ലാതെ തന്നെ ഒരു വൈകാരികമായ അടുപ്പം എന്തുണ്ട്, ഈ ട്രംപിന് ഇസ്രായേലിനോടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി കിടന്നുകൊണ്ട് പരിപാടി ഒപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അവരെന്താണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്? തിരിച്ചയച്ചിരിക്കുകയാണല്ലേ. അതും തിരിച്ചയച്ചത് ഏത് വിധത്തിലാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി എൻ്റെ ടോപ്പിക് അതല്ല, ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രയാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ മക്കളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ചുമ്മാ നമ്മളവരെ പണത്തിൻ്റെ ആ ഒരു കുങ്കിൽ വളർത്തരുത്. കാരണം അമേരിക്കയിലൊക്കെ ചെന്നിട്ട് ഇന്ത്യയിൽ കളിക്കുന്ന പോലത്തെ കളി ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഇന്ത്യയിൽ എന്താണ്, നമ്മളുടെ ക്യാമ്പസുകളിൽ പിള്ളേർക്കെതിരെ എന്തെങ്കിലുമൊക്കെ വന്നാൽ കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ പിള്ളേരുടെ കയ്യിലാണ് തെറ്റെങ്കിൽ പോലും കുറേ മനുഷ്യാവകാശ പ്രവർത്തകരും അവരും ഇവരൊക്കെ ഇറങ്ങും. പക്ഷേ അവിടെ ആരെങ്കിലും ഇറങ്ങിയോ? ആരും ഇറങ്ങിയില്ല. ഇവിടെ ആരും ഇവർക്ക് വേണ്ടി ഇറങ്ങിയോ? ഇല്ല. ഇനി ഇവർ ആർക്ക് വേണ്ടി ഇവർ സമരം ചെയ്തത്? അവിടെ ഹമാസിന് വേണ്ടിയാണ് സമരം ചെയ്തത്. അവർ വന്ന് ഇവരെ രക്ഷിച്ചോ? ഇല്ല. പിന്നെ എന്തിനായിരുന്നു ഇവർ പോയത്? അതിന് നഷ്ടം ആർക്ക് പറ്റി? ഈ പ്രശ്നമുണ്ടാക്കാൻ പോയ ഈ സ്റ്റുഡൻസിന് പറ്റി അല്ലേ. ഇനി അനധികൃത കുടിയേറ്റക്കാർ അവർ അനധികൃതമായൊരു രാജ്യത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്താണ്, ആ രാജ്യത്തിൻ്റെ ഒന്നും അവർക്ക് നിയമപരമായി ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവരെന്താണ്, അവർ പിടിക്കപ്പെടും. അതുകൊണ്ട് അങ്ങനെ അനധികൃതമായി കുടിയേറി വരും. അപ്പോൾ അതിനകത്ത് സങ്കടം തോന്നുന്നത് കുഞ്ഞുങ്ങളാണല്ലേ. അവിടെ ചെന്ന് കുഞ്ഞുങ്ങളുണ്ടായവരൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാവപ്പെട്ട കുഞ്ഞുങ്ങളോട് നമ്മൾക്ക് വല്ലാത്ത അനുകമ്പ തോന്നുന്നു. കാരണം അവരെന്താണ്, അവരുടെ പേരൻസ് ചെയ്ത ആ ഒരു കുറ്റകൃത്യത്തിൻ്റെ പേരിൽ അവർ ബലിയാടായിരിക്കുകയാണ്. അതുകൊണ്ട് ആ കുഞ്ഞുങ്ങളോട് നമ്മൾക്ക് എപ്പോഴും എന്താണ്, അവരോട് നമ്മൾക്ക് സഹതാപം തോന്നുന്നു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ.
ഇനി ഞാൻ എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾക്കറിയാം ജൂയിഷ് പീപ്പിൾസിനെ അല്ലേ, ജൂയിഷ് പീപ്പിൾസ് ആരാ? ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണ് ഇസ്രായേൽക്കാർ അല്ലേ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ് ഇസ്രായേൽക്കാർ. ആ ഇസ്രായേൽക്കാരെയാണ് എന്താണ് ഇവരുടെ ക്യാമ്പസുകളിൽ ഇവരെന്ത് ചെയ്തത്? അവർക്കെതിരെ അവരെ ഉപദ്രവിച്ചു അല്ലേ, അവരെ മർദ്ദിച്ച് അവശരാക്കി. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു ദൈവമല്ല കേട്ടോ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? അവിടെ ആരിവർക്കെതിരെ എഴുന്നേറ്റോ അവരെ എല്ലാം അതാത് സ്ഥലങ്ങളിലേക്ക് ദൈവം എന്താണ് ഓടിച്ച് കളയത്തക്കവണ്ണം അവിടെയുള്ള ഭരണാധികാരിയുടെ ഹൃദയത്തോട് എന്താണ് ദൈവം ഇടപെട്ടു എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, ഇനി ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ദൈവത്തെ ആരാധിക്കുന്ന, നല്ല രീതിയിൽ ദൈവത്തെ ആരാധിക്കുകയും സത്യസന്ധമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആരാണ്? അത് ആ ഒരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. ഓക്കെ, അങ്ങനെ ആ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നവനെതിരെ ആരാണ്? ദൈവം മിണ്ടാതിരിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് അവർക്ക് ഒരു ദൈവ പൈതലിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. അത് നമ്മൾ ചുമ്മാ ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ. ഇനി അവിടെ അമേരിക്കയിൽ ചെന്നു. അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഈ കയറ്റി വിട്ടവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? എല്ലാവരും ഉണ്ട് കേട്ടോ. ക്രിസ്ത്യാനികളും ഉണ്ട്, ഹിന്ദുക്കളും ഉണ്ട്, മുസ്ലിംസും ഉണ്ട്, സിഖുകാരുണ്ട്, പഞ്ചാബികളുണ്ട്, എല്ലാവരും അതിനകത്ത് പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർക്കുക, ക്രിസ്ത്യാനി ഉള്ളത് കൊണ്ട് മാത്രം ദൈവം അവരെ സംരക്ഷിച്ചോ? ഇല്ല. കാരണം എന്താണ്? അവൻ കുറ്റം ചെയ്തത് കൊണ്ട് അവൻ കയറി വന്നത്, അതുകൊണ്ട് അവന് ദൈവം സംരക്ഷണം കൊടുത്തില്ല. ഓക്കെ, അത് എന്ന് പറയുന്നത് പോലെ ദൈവ പൈതലായതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്തായിരിക്കണം? ഉള്ളവരായിരിക്കണം. അങ്ങനെ നീതിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ ആരെങ്കിലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാവശ്യമായി നമ്മളുടെ ദേഹത്തൊരാൾ കൈവെക്കാൻ ദൈവം അനുവദിക്കത്തില്ല, നമ്മൾക്കെതിരെ വിരൽ ചൂണ്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഓർക്കുക, എന്താണ്? നീതി നമ്മളുടെ കയ്യിൽ ഉണ്ടാകണം കേട്ടോ. നമ്മൾ ചെറ്റത്തരം കാണിച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ഉത്തരവാദിയല്ല, അതിന് ദൈവം മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ നീതിയോടെ നിന്നിട്ട് നമ്മൾ നിഷ്കളങ്കരായി ജീവിച്ചിട്ട് നമ്മൾക്കെതിരെ അനാവശ്യമായിട്ട് നമ്മൾ ചെയ്യാത്ത തെറ്റിന് നമ്മൾ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ഒരു ദൈവ പൈതലിന് ദൈവം കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കേട്ടോ. അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? 23-ാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? ഇരുൾ മൂടിയ പാതയിൽ കൂടി നമ്മൾ നടന്നാലും എന്തുണ്ട്? നമ്മൾക്ക് വെളിച്ചമാകുന്ന, നമ്മൾക്ക് സംരക്ഷണം തരുന്നൊരു ദൈവമുണ്ട്. എന്ന് വെച്ചാൽ ആരും നമ്മളെ സഹായിക്കാനില്ലെങ്കിലും, ആരും നമ്മൾക്ക് അനുകൂലമായി എഴുന്നേറ്റിട്ടില്ല എങ്കിലും, നമ്മൾ നീതിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ് എങ്കിൽ നമ്മളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതുന്ന ഒരു ദൈവമാണ് ആര്? നമ്മൾ ആരാധിക്കുന്ന ദൈവമെന്ന് മറക്കരുത്. കാരണം ദൈവത്തിൻ്റെ സ്വന്തം ജനത്തെ അവരുടെ മേൽ ഇവർ കൈവച്ചപ്പോൾ ഇവരുടെ എന്താണ്? ആ കൈ തന്നെ അല്ലേ, ഇവരുടെ മേൽ വെച്ച ആ കൈയും ആ കാലുമാണ് എന്ത്? ബന്ധിക്കപ്പെട്ട് അവർ തിരിച്ചു വരേണ്ട അവസ്ഥ അവരുടെ ജീവിതത്തിൽ വന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളും ഓർക്കുക, നമ്മൾ നന്നായി ജീവിച്ചിട്ട്, നമ്മൾ സത്യസന്ധമായി ജീവിച്ചിട്ട്, അനാവശ്യമായി നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കുകയോ നമ്മൾക്കെതിരെ കൈ ചൂണ്ടുകയോ നമ്മൾക്കെതിരെ കൈ ഉയർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാൻ എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അവിടുന്ന് കൈയും കെട്ടി നോക്കിയിരിക്കുന്ന ദൈവമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് ഒരു ദൈവ പൈതലിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതും വളരെ വലുതാണ്. ഇനി ഓർക്കുക, നമ്മൾ എന്താണ്? അതാത് രാജ്യത്ത് ചെല്ലുമ്പം അതാത് നിയമം നമ്മൾ അനുസരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിന് ഒരു ദൈവ പൈതൽ എങ്ങനെയാകുന്നത്? ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളിൽ അനുസരിക്കുമ്പോഴാണ് നമ്മൾ എന്താകുന്നത്? നമ്മളൊരു ദൈവ പൈതലാകുകയും ദൈവരാജ്യത്തിനകത്താകുകയും ചെയ്യുന്നത്. ഓക്കെ, ദൈവരാജ്യത്തിനകത്തായ ഒരു ദൈവ പൈതലിനാണ് എന്ത് കൊടുക്കുന്നത്? ദൈവം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ ദൈവരാജ്യത്തിനകത്ത് നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണങ്ങളും നമ്മൾ അനുസരിച്ചിരിക്കണം. അത് അനുസരിക്കുന്നവന് മാത്രമേ അവിടെ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. അവൻ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അംഗവുമാകത്തുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ടൊരു ദൈവ പൈതലായതുകൊണ്ട് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമെന്നല്ല, ആ ദൈവരാജ്യത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരും നിഷ്കളങ്കരായി ജീവിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്താണ്? ദൈവത്തിൻ്റെ ശക്തമായ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഭവങ്ങളിലൂടെ ദൈവം നമ്മളോട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.